വലിയ പരിക്കുണ്ടല്ലോ, ആശുപത്രിയിലേക്ക് അല്ല, ഞാൻ ആ SI ഇവിടെ DYFIക്കാരനൊരു SI ഉണ്ട്. ഇവിടുത്തെ കൗൺസിലർ IP ബിനുവിന്റെ കൂടെ ബുള്ളറ്റിൽ റൈഡ് ചെയ്ത് ഞങ്ങളുടെ സമരത്തിന്റെ പിറ്റേ ദിവസം ഫോട്ടോ ഇട്ട് ആക്ഷേപിക്കാൻ തുടങ്ങുന്ന ഒരു തെണ്ടിയുണ്ട് ഇവിടെ, SI. അവനെ തെണ്ടിയെന്ന് വിളിക്കാൻ പറ്റുള്ളൂ. അവനെ ഇവിടുന്ന് മാറ്റാതെ ഞാൻ ആശുപത്രി പോവില്ല. ഞാൻ ഇവിടെ ചോര വാർന്ന് മരിക്കാതെ അവനെ ഇവിടുന്ന് മാറ്റാതെ ഞങ്ങൾ പോവില്ല. എനിക്കതല്ലാതെ ചികിത്സ വേണ്ട. ആ SI AKG സെന്ററിൽ നിന്ന് ശമ്പളം മേടിച്ച് കോൺഗ്രസുകാരെ ഉപദ്രവിക്കാൻ ക്രിമിനലാണ്. അജിത് കുമാറിന്റെ സ്വർണ്ണക്കള്ളക്കടത്തിലെ ക്രിമിനൽ. അവൻ DYFIക്കാരോട് ഫോട്ടോ ഇട്ട് ഇവിടെ ഞങ്ങൾക്കിട്ട് ഞങ്ങളെ ആക്ഷേപിക്കാൻ നോക്കുന്നു. കയ്യിലും പരിക്കുണ്ട്. ഏത് അവൻ ഇപ്പൊ ഉണ്ടാക്കിയതാണ്. അവനിപ്പ നിങ്ങൾ കണ്ടതല്ലേ? ഞങ്ങൾ ഒരു കല്ലിവിടെ വീണോ ഇപ്പൊ ഉണ്ടാക്കിയതല്ലേ? അവനെ മാറ്റാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. എന്റെ ചോര വീണ് ഇവിടെ എന്ത് സംഭവിച്ചാലും ഞാൻ പോവില്ല. അവനെ ഇവിടുന്ന് മാറ്റണം. എനിക്ക് ചികിത്സ വേണ്ട. അത് തന്നെയാണ് നിലപാട്. അബിൻ വർക്കി വലിയ പരിക്കേറ്റിട്ടും ഈ SI ബിനു എന്ന് പറയുന്ന SIയെ മാറ്റാതെ, ഉദ്യോഗസ്ഥനെ മാറ്റാതെ ഇവിടെ നിന്നും പോകില്ല എന്നുള്ളൊരു ഉറച്ച നിലപാട് സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കി നടത്തുന്നുണ്ട്. പക്ഷേ അബിൻ വർക്കിയെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്ത് നീക്കുക എന്നുള്ളതാണ് പോലീസിന്റെ അടുത്ത ലക്ഷ്യം. നിലവിൽ പ്രവർത്തകരെ, ഈ റോഡ് ഉപരോധിച്ചിരുന്ന വിവിധ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. പക്ഷേ പോലീസ് ഈ അറസ്റ്റ് ചെയ്ത് നീക്കിയ പ്രവർത്തകരുമായി പോകുന്ന വാഹനം പ്രവർത്തകർ തടയുന്ന സാഹചര്യം. ആ നിലയിൽ വലിയ സംഘർഷം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി പ്രവർത്തകർ പരമാവധി പ്രകോപനം ഉണ്ടാക്കിയപ്പോഴും സംയമനം പാലിച്ച് ഈ ജലപീരങ്കിക്കപ്പുറത്തേക്ക് നടപടികൾ എടുക്കാതിരുന്ന പോലീസ് അതിന് പിന്നാലെ വലിയ ആക്ഷനിലേക്ക് കടന്നു. പിന്നാലെ ഒരു ഡയറക്റ്റ് ഫൈറ്റ്, പോലീസും പ്രവർത്തകരും തമ്മിലുള്ള ഒരു തെരുവ് യുദ്ധം, അക്ഷരാർത്ഥത്തിൽ സെക്രട്ടേറിയറ്റ് പരിസരത്തിനെ ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് നയിച്ചുകൊണ്ടൊരു തെരുവ് യുദ്ധം. ഇപ്പോൾ പ്രവർത്തകർ ഈ പോലീസ് വാഹനത്തിന് നേരെ കല്ലുകൾ എറിയുകയാണ്. കല്ലുകൾ എറിഞ്ഞ് പോലീസ് വാഹനത്തിന്റെ ചില്ലുകൾ തടയുന്നു. ഇപ്പോൾ പ്രവർത്തകരും പോലീസും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ആ നിലയിൽ തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോഴും അബിൻ വർക്കി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ, പരിക്കേറ്റിട്ടുള്ള നേതാക്കൾ ഇവിടെ നിന്നും പോയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നത് പോലീസിന് നേരെ പ്രവർത്തകർ എറിഞ്ഞ കട്ടകൾ ഉൾപ്പെടെ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയും. അങ്ങനെ ഈ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് പരമാവധി പ്രകോപനം എന്തായാലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു ഘട്ടത്തിൽ പോലീസ് അതിനേക്കാൾ വലിയ നിലയിൽ പോലീസിന് പ്രവർത്തകർക്ക് നേരെ ലാത്തിച്ചാർജ് നടത്തുന്ന സാഹചര്യം ഉണ്ടായി. ആ ഘട്ടത്തിൽ നിന്നാണ് ഇപ്പോൾ ഒരു പരിധിവരെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ പോലീസിന് സാധിച്ചിട്ടുണ്ട്. പക്ഷേ നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെ റോഡിൽ തന്നെ കിടക്കുകയാണ് ഇപ്പോഴും സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കി ഇപ്പോഴും പറയുന്ന നിലപാട് SI ജിജുവിനെ ഇവിടെ നിന്നും മാറ്റാതെ, ഉദ്യോഗസ്ഥനെ ഇവിടെ നിന്നും മാറ്റാതെ ഇവിടെ ഈ സമരം അവസാനിപ്പിച്ച് മടങ്ങില്ല, ആശുപത്രിയിലേക്ക് മടങ്ങില്ല എന്നൊരു നിലപാടാണ് അബിൻ വർക്കിക്കുള്ളത്. അതേസമയം SI ജിജുവിന്റെ കൈക്കും പരിക്കേറ്റിട്ടുണ്ട്. അത് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. പക്ഷേ അബിൻ വർക്കിയുടെ തലയ്ക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. വലിയ സംഘർഷം ഇപ്പോഴും, അത് പൂർണ്ണമായ സംഘർഷ സാധ്യത ഒഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം പ്രവർത്തകർ ഇപ്പോൾ പല മേഖലകളിലായി തിരിഞ്ഞ് പൂർണ്ണമായും ആ പ്രവർത്തകരെ എല്ലാവരെയും ഇവിടെ നിന്ന് പിന്തിരിപ്പിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടുമില്ല. ചില പരിക്കേറ്റ പ്രവർത്തകരെ ഇവിടെ തന്നെ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് കൂടി നമ്മൾ കാണണം. ആ വലിയൊരു സംഘർഷം ഇപ്പോഴും, ആ സംഘർഷ സാധ്യതമായി അവസാനിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നമുക്ക് പരിക്കേറ്റ കുറച്ച് രാഷ്ട്രീയ പ്രക്ഷുബ്ധമാവുകയാണ്, സംഘർഷഭരിതമാവുകയാണ് തലസ്ഥാനം. 1 മണിക്കൂറിലേറെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം അതേ നിലയ്ക്ക് അവിടെ തുടരുകയാണ്. അനുനയമില്ല, അവരാരും പിന്തിരിയാൻ തയ്യാറല്ല. ഒരുപാട് നേരത്തെ പ്രകോപനത്തിന് ശേഷം പോലീസ് ലാത്തി വീശിയിരിക്കുന്നു. ലാത്തിയിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾക്കടക്കം പരിക്കേറ്റു. പക്ഷെ ആരും പിന്തിരിയാൻ തയ്യാറാകുന്നില്ല. പരിക്കോടുകൂടി തന്നെ റോഡിൽ കിടന്ന് പ്രതിഷേധം തുടരുകയാണ്.